സ്വാഭാവികം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരരംഗത്തുണ്ടാവുമോ? അല്ല, അതൊക്കെ എൻ്റെ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന 5 വർഷം മുമ്പ് പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളാണ് എന്നെ മേയറായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു മേയറാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന്. കാരണം എന്നെ സംബന്ധിച്ച് ഒഫീഷ്യലി പാർട്ടി പറയാതെ ആണെന്നോ അല്ലെന്നോ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്നാണെങ്കിൽ അന്നാണ് അതിൻ്റെ തീരുമാനം വരിക. അതല്ലാതെ എനിക്ക് സ്വന്തമായി എനിക്കത്, ഞാൻ പാർട്ടി കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണെങ്കിലും അതെല്ലാം പറയേണ്ടത് പാർട്ടിയുടെ നേതാക്കളാണ് പറയേണ്ടത്. ഔദ്യോഗികമായി പാർട്ടിയുടെ പ്രഖ്യാപനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിലുള്ള മറുപടി. ഇനി ചില അഭിമുഖങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ആര്യ രംഗത്തുണ്ടാവുക. അല്ല, അതെല്ലാം എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. ഞങ്ങൾ ശീലിച്ചു വന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിലെല്ലാം പാർട്ടിയാണ്. പാർട്ടി ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരാണോ മത്സരിക്കേണ്ടത് അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ഏത് ഘടകമാണോ ആലോചിക്കേണ്ടത് ആ ഘടകം ആലോചിച്ച് പാർട്ടി ആ സമയത്ത് പ്രഖ്യാപിക്കും. അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ സൈബർ ഇടങ്ങളിലൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ കണ്ടു, സീറ്റില്ലത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങളുടെ സീറ്റ് കിട്ടുക അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു പാർലമെൻ്ററി രംഗം മാത്രം കണ്ടുകൊണ്ടല്ല നമ്മൾ ഇടപെടുന്നത്. നമുക്ക് രാഷ്ട്രീയ രംഗം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തനമാണ്. അത് ഏത് മേഖലയിൽ നിന്നാലും നമുക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാമല്ലോ. എന്താ ഇത്തവണ LDF-ന്റെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റൺ കൃത്യമായി കൈമാറുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കൗൺസിലിനെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം. ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള 5 വർഷം ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനസമക്ഷം പറഞ്ഞുകൊണ്ട് ഇനി തുടർന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നഗരസഭയുടെ ഭരണസമിതി ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൗൺസിൽ ചുമതലയേൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് ജനങ്ങൾക്ക് നല്ലത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും മത്സരരംഗത്തുണ്ടായാലും ഇല്ലെങ്കിലും ആര്യ രാജേന്ദ്രൻ ഈ തിരുവനന്തപുരം നഗരത്തിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു.